മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ച ദീനി ഉലൂമിലൂടെയാണ്, ആത്മീയതയിലൂടെയാണ്, വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ ഒരുക്കി വെച്ചിട്ടുള്ളതെല്ലാം. ഇപ്പോൾ 7ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ചാൽ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുമോ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പിൽ പെട്ടുപോകുമോ എന്നൊക്കെ ഭീതി രക്ഷിതാക്കന്മാർക്കുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ള ആശങ്കയുണ്ട്. അതിനെല്ലാം ഇവിടെ ഈ പ്രസ്ഥാനത്തിനു കീഴിൽ 100 കണക്കിന് വിദ്യാലയങ്ങൾ, ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന പേരിൽ 300ഓളം വരുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സമ്പ്രദായം, റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലും പരിസര സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജാമിഅ മഅദിൻ. മഅദിന്റെ കീഴിലുള്ള കോളേജുകളിൽ ചേരാൻ വേണ്ടി വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് ഇന്റർവ്യൂവിന് വരും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവര് മഞ്ചേരിയിലെ ഹിക്കമിയയിലേക്ക്, അല്ലെങ്കിൽ അവിടെ കിട്ടാത്ത കുട്ടികൾ മഅദിനിലേക്ക്, ഇവിടെ നിന്ന് വളാഞ്ചേരിയിലേക്ക്, വെട്ടിച്ചിറയിലേക്ക്, നിലമ്പൂരിലേക്ക്, ഇങ്ങനെ പലയിടങ്ങളിലായി ഇന്റർവ്യൂവിന് പോകുന്നൊരു ഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കീഴിൽ 300ഓളം വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത്. ജാമിയത്തുൽ ഹിന്ദിന്റെ പോർട്ടലിൽ 8ാം ക്ലാസ്സിലേക്കും 11ാം ക്ലാസ്സിലേക്കൊക്കെയുള്ള വിദ്യാർത്ഥികൾ ധാരാളമായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നറിയില്ല. കഴിയും. എത്ര വേണമെങ്കിലും അതിനനുസരിച്ച് സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പ്രസ്ഥാനമുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കളെ സാമൂഹ്യ ദൂഷ്യങ്ങളിൽ അകപ്പെട്ടു പോകാതെയും വിശ്വാസ വൈകല്യങ്ങളിൽ പെടാതെയും സൂക്ഷിക്കുന്നതിനും വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി ജാമിയത്തുൽ ഹിന്ദിന്റെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നതിന് നാം കൂടെ അവരെ വഴികാട്ടിക്കൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഈ പോർട്ടലിൽ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.